മധ്യപ്രദേശിലെ ഭോപ്പാലിന്റെ സമീപ പ്രദേശങ്ങളിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ്. സാഞ്ചിയിലെ പ്രശസ്തമായ സ്തൂപവും ബുദ്ധസ്മാരകങ്ങളും അശോക സ്തംഭവുമെല്ലാം കണ്ട ശേഷം ഭോജ്പൂർ എന്ന പുരാതന ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണിപ്പോൾ. ഭോപ്പാലിന്റെ സമീപത്തെ പ്രാധാന്യമാർന്നൊരു ചരിത്രാവശേഷിപ്പും തീർത്ഥാടന കേന്ദ്രവുമാണ് ഭോജ്പൂർ. മലയാളികൾ അധികം കേട്ടിട്ടില്ലാത്ത മധ്യപ്രദേശിലെ ചില കാഴ്ചകളിലൂടെയാണ് എന്റെ യാത്ര. ഡ്രൈവർ പഞ്ചാബ് റാവു ഹൈവേയിൽ നിന്നും ഒരു ഇടവഴിയിലേക്ക് കാർ തിരിച്ചു. എവിടേക്കാണ് ഈ പോകുന്നതെന്ന് എനിക്ക് സംശയമായി. ഇതൊരു കുറുക്കുവഴിയാണെന്ന് പറഞ്ഞു റാവു. ഭോപ്പാൽ നഗരത്തിന്റെ കിഴക്കുഭാഗത്താണ് ഭോജ്പൂർ. നഗരത്തിൽ കയറാതെ കിഴക്കോട്ട് പോകുന്ന വഴിയാണത്രേ ഇത്. ഉഴുതുമറിച്ചിട്ടിരിക്കുന്ന കൃഷിയിടങ്ങളുടെ സമീപത്തുകൂടിയാണ് പോകുന്നത്. അങ്ങനെ ഒരു ചെറിയ പട്ടണത്തിലേക്ക് ചെന്നു കയറി. ബൻഗ്രാസിയ എന്നാണ് ഈ പ്രദേശത്തിന്റെ പേര്. ചെറിയൊരു പട്ടണമാണ്. ഒരു ചന്തയും മറ്റുമുണ്ട്. ഭോപ്പാലിന്റെ പ്രാന്തഭാഗത്തെ ഒരു പട്ടണം. മധ്യപ്രദേശ് ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ഫിലിം സിറ്റി വരാനിരിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്നും വലത്തോട്ട് തിരിയണം. ഇതുവഴിയാണ് ഭോജ്പൂരിൽ എത്തുക. മധ്യപ്രദേശിന്റെ ഉൾനാടുകൾ ഇങ്ങനെയാണ്. അത് കാണിക്കാനായാണ് ഞാൻ ഈ കാഴ്ചകൾ പകർത്തിയെടുക്കുന്നത്. ബൻഗ്രാസിയ പിന്നിലായി. ഇവിടെ റോഡുകൾ പൊതുവെ നല്ല നിലവാരത്തിലുള്ളതാണ്. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡുകൾ അപൂർവമായേ ഈ യാത്രയിൽ കാണുന്നുള്ളൂ. നമ്മുടെ നാട്ടിലേതുപോലെ ഓട്ടോറിക്ഷകൾ, ബൈക്കുകൾ ധാരാളം. ഇപ്പോൾ ഒരു പാലത്തിലേക്ക് ചെന്ന് കയറുകയാണ്. കലിയാസോത്ത് എന്ന നദിക്ക് കുറുകെയുള്ള പാലമാണ്. നദിയുടെ തീരത്താണ് ഭോജ്പൂരിലെ പ്രശസ്തമായ ക്ഷേത്രം. അതാണ് അങ്ങ് അകലെ കാണുന്നത്. ഒരു കുന്നിൻ മുകളിൽ ചതുരപ്പെട്ടി പോലെ ഒരു കൂറ്റൻ ശിലാനിർമ്മിതി. ഭോജേശ്വർ ക്ഷേത്രം. ഇന്ത്യൻ ക്ഷേത്രങ്ങളിൽ അധികം കാണാത്ത ഒരു വാസ്തുവിദ്യാ ശൈലിയാണ് അതെന്ന് അകലെ നിന്നും നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഭോജ്പൂർ ഉത്സവത്തിന്റെയും ഭോജേശ്വർ ക്ഷേത്രത്തിന്റെയും ചില ചിത്രങ്ങൾ ഞാൻ നേരത്തെ കണ്ടിരുന്നു. അങ്ങനെയാണ് അവിടം സന്ദർശിക്കണമെന്ന ആഗ്രഹമുണ്ടായത്. റായ്സൺ ജില്ലയിലെ ചെറിയൊരു ടൗണാണ് ഭോജ്പൂർ. ക്ഷേത്രമുള്ളതുകൊണ്ട് മാത്രം ഒരു അങ്ങാടി രൂപപ്പെട്ടതാണെന്ന് തോന്നും. പൂജാദ്രവ്യങ്ങളും മറ്റും വിൽക്കുന്ന കടകൾ. കാറിൽ നിന്നിറങ്ങുമ്പോൾ പൂജാദ്രവ്യങ്ങളും ഭക്തർക്ക് വേണ്ട സാധനങ്ങളും വിൽക്കുന്ന കടകളുടെ നിരയാണ് കാഴ്ച. തേങ്ങ, പൂക്കൾ, പ്രത്യേകതരം ഇലകൾ എല്ലാം ഭക്തർക്ക് ക്ഷേത്രത്തിൽ സമർപ്പിക്കാനുള്ളതാണ്. അത് താലങ്ങൾ പോലെ ഒരുക്കി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. ഞാൻ ഭോജേശ്വർ ക്ഷേത്രം നിലകൊള്ളുന്ന പാറപ്പുറത്തേക്ക് നടന്നു. കൊടും ചൂടാണ്. നല്ല വെയിലുള്ള സമയത്താണ് ഈ സന്ദർശനം. കുന്നിൻ മുകളിലേക്ക് നീണ്ടുപോകുന്ന വളഞ്ഞു പുളഞ്ഞുള്ള ടാർ റോഡ്. ധാരാളം ഭക്തരും ടൂറിസ്റ്റുകളും എത്തുന്നുണ്ട്. നവരാത്രി പൂജയുടെ അവധി ദിവസം കൂടിയായതിനാൽ ഇന്ന് തിരക്ക് കൂടുതലുണ്ടാവും. കുന്നിൻ ചെരുവിലെ മരത്തണലിൽ ഒരാളിരുന്ന് ധോൽ വായിക്കുന്നുണ്ട്. ക്ഷേത്ര നഗരങ്ങളിലെല്ലാം ഇങ്ങനെ കുറെ ആളുകൾ ഉണ്ടാവുമല്ലോ. ഞാൻ 20 രൂപ നൽകിയപ്പോൾ താളമൊന്ന് മുറുകി. കൊട്ടുകാരനെ പിന്നിലാക്കി ഞാൻ നടന്നു. ഇനിയും കുറച്ചുകൂടി കയറിയാലേ ക്ഷേത്രത്തിലേക്കെത്തൂ. 11ാം നൂറ്റാണ്ടിൽ നിർമ്മിതമായ ക്ഷേത്രമാണിത്. പരമാര രാജവംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭോജ് രാജാവിന്റെ ഉത്തരവ് പ്രകാരമാണ് ക്ഷേത്ര നിർമ്മാണം തുടങ്ങിയതെന്നാണ് ഗവേഷക നിഗമനം. ഭോജ്പൂർ എന്ന പട്ടണം സ്ഥാപിച്ചത് ഭോജ രാജാവാണ്. ഏതാണ്ട് അക്കാലത്ത് വിപുലമായ ഒരു ക്ഷേത്ര സമുച്ചയം ഇവിടെ നിർമ്മിക്കാൻ രാജാവ് ഒരുങ്ങിയെന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ എന്തുകൊണ്ടോ ഇതിന്റെ പണി പൂർത്തിയായില്ല. നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ നിർമ്മിച്ച ഭോജ് രാജാവ് ഈ ക്ഷേത്രത്തെ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു എന്നത് ചരിത്രത്തിലെ സമസ്യയാണ്. ഇവിടെ പാദരക്ഷകൾ അഴിച്ചുവെച്ചു വേണം മുകളിലേക്ക് കയറാൻ. ഞാൻ ഒന്ന് ശങ്കിച്ചു.
ചുട്ടുപഴുത്തു കിടക്കുന്ന ഈ പാറപ്പടവിലേക്ക് ചെരുപ്പില്ലാതെ എങ്ങനെ കയറും? കുട്ടികളും സ്ത്രീകളുമെല്ലാം പാദരക്ഷയില്ലാതെ നടക്കുന്നത് കണ്ടപ്പോൾ ഞാനും ചെരുപ്പഴിച്ചു വെച്ചു. നഗ്നപാതനായി ഇതിലെ നടക്കുക അല്പം പ്രയാസം തന്നെയാണ്. പടവുകളിൽ നല്ല ചൂടുണ്ട്. കയറി മുകളിലേക്കെത്തി. മനോഹരമായി നിർമ്മിച്ചു തുടങ്ങിയ ക്ഷേത്രമാണ്. പക്ഷേ അത് പൂർത്തിയായില്ല. 800 വർഷത്തിലേറെ അതങ്ങനെ കിടന്നു. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റാണ് ഇത് ഇന്ന് കാണുന്ന വിധം പുനരുദ്ധരിച്ചെടുത്തത്. 2006-2007 വർഷങ്ങളിലായിരുന്നു അത്. ക്ഷേത്രത്തിനു മുന്നിൽ ഏതാനും മണ്ഡപങ്ങളുണ്ട്. ഒന്നിൽ ഒരു സരസ്വതി പ്രതിഷ്ഠ. അവിടെ ആളുകൾ തേങ്ങയുടയ്ക്കുന്നു. അവരെയൊക്കെ പിന്നിട്ട് ക്ഷേത്രത്തിന്റെ പ്രധാന ഭാഗത്തേക്ക് നടന്നു. അതിബൃഹത്തും മനോഹരവുമായ ക്ഷേത്രമാണ്. പണി പൂർത്തിയായിരുന്നെങ്കിൽ ഭാരതത്തിലെ ഒരു അത്ഭുത നിർമ്മിതിയായിരുന്നേനെ ഇതെന്ന് എനിക്ക് തോന്നി. ഭോജ്പൂരിലെ തന്നെ ക്വാറികളിൽ നിന്നും വെട്ടിയെടുത്ത ശിലയാണ് ക്ഷേത്ര നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ആ സ്ഥലങ്ങൾ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. പാതി പൂർത്തിയായ ശിലാബ്ലോക്കുകളും ശില്പങ്ങളുമെല്ലാം അവിടെ ഉണ്ടായിരുന്നു. പെട്ടെന്നുണ്ടായ ഒരു പ്രകൃതി ദുരന്തമോ യുദ്ധമോ ആവാം ക്ഷേത്രത്തിന്റെ നിർമ്മാണം പാതി വഴിയിൽ അവസാനിപ്പിക്കാൻ ഭോജ് രാജാവിനെ നിർബന്ധിതനാക്കിയത്. ഉയർന്ന നിർമ്മാണ ചെലവാകാം മറ്റൊരു കാരണം. ഏതായാലും മഹത്തായ ഒരു നിർമ്മിതി തന്നെയാണ് ഇവിടെ അർദ്ധവിരാമത്തിൽ നിലകൊള്ളുന്നത്. ക്ഷേത്രത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ മനോഹരമായ കാഴ്ചയാണ് ചുറ്റോടു ചുറ്റും. നോക്കത്താ ദൂരം പരന്നുകിടക്കുന്ന കൃഷിയിടങ്ങൾ. സന്ദർശകർ മുറ്റത്തിന്റെ അരികിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഉയർന്ന സ്ഥലമായതുകൊണ്ട് അങ്ങ് അകലെ വരെ കാണാം. ക്ഷേത്രത്തിനു മുന്നിലെ മണ്ഡപത്തിൽ ഒരു പൂജാരിയുണ്ട്. അവിടെയും എന്തോ പൂജകൾ നടക്കുന്നു. തേങ്ങയുടയ്ക്കലാണ് ഇവിടുത്തെ ഒരു പ്രധാന വഴിപാട്. എല്ലാവരും താഴ്വാരത്തു നിന്നും വാങ്ങിക്കൊണ്ടുവരുന്ന തേങ്ങ ഇവിടെ ഉടയ്ക്കുന്നു. ഞാൻ ഒരാളോട് ചോദിച്ചു എവിടെ നിന്നാണ് ഈ തേങ്ങ എത്തുന്നതെന്ന്. മധ്യപ്രദേശിലെങ്ങും തെങ്ങ് കണ്ടിട്ടില്ല. ആന്ധ്രയുടെ തീരപ്രദേശങ്ങളിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമാണത്രേ ഇവിടേക്ക് തേങ്ങ എത്തുന്നത്. ഇനി ക്ഷേത്രത്തിനകത്തേക്കു കയറണം. മുൻഭാഗത്തെ മണ്ഡപങ്ങളെ ഒന്നു ചുറ്റി ഞാൻ അവിടേക്ക് നടന്നു. രജപുത്ര ശൈലിയിലുള്ള മണ്ഡപങ്ങളാണ്. ഇതൊക്കെ പിൽക്കാലത്ത് നിർമ്മിച്ചവയാവാം. വലിയൊരു നിർമ്മിതിയാണ് ഭോജേശ്വർ ക്ഷേത്രം. കവാടത്തിൽ നിൽക്കുന്ന ആളുകളുടെ വലിപ്പവുമായി താരതമ്യം ചെയ്താൽ അത് മനസ്സിലാവും. വഴിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു മെറ്റൽ ഡിറ്റക്ടറിലൂടെ കടന്നുവേണം ക്ഷേത്രത്തിനുള്ളിലേക്ക് നടക്കാൻ. അകത്തേക്ക് കയറിയെത്തുമ്പോഴുള്ള കാഴ്ച ഇതാണ്. വലിയൊരു ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അതിനു മുകളിൽ കല്ലുകൊണ്ട് തന്നെ പണിത മേൽക്കൂര. അതിഗംഭീരമായൊരു നിർമ്മിതി. മേൽക്കൂര പൂർത്തിയാവാത്ത നിലയിലായിരുന്നു ക്ഷേത്രം. പുനരുദ്ധാരണ സമയത്ത് യോജിച്ച ശില കൊണ്ടുവന്ന് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അത് നിർമ്മിച്ചെടുക്കുകയായിരുന്നു. മധ്യപ്രദേശിലെ മറ്റു ക്ഷേത്രങ്ങളിൽ കാണുന്നതുപോലെ അലങ്കാര സമൃദ്ധമായ കൊത്തുപണികൾ ഈ ക്ഷേത്രത്തിൽ അധികമില്ല. ഒറ്റ ശിലയിൽ തീർത്ത ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗങ്ങളിലൊന്നാണിത്. 7.5 അടിയാണ് ഇതിന്റെ ഉയരം. സമചതുരാകൃതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് ശിവലിംഗം സ്ഥാപിച്ചിരിക്കുന്നത്. പ്ലാറ്റ്ഫോം അടക്കം ശിവലിംഗത്തിന്റെ ഉയരം 40 അടിയാണ്. ഏതാണ്ട് 4 നില കെട്ടിടത്തിന്റെ ഉയരം. ഈ ശിവലിംഗത്തിന് നേരെ മുകളിൽ മേൽക്കൂര തുറന്ന നിലയിലായിരുന്നു മുൻപ് ക്ഷേത്രം. അക്കാലത്ത് മഴവെള്ളം നേരിട്ട് ശ്രീകോവിലിനകത്തേക്ക് പതിക്കുമായിരുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അത്തരം വിടവുകളൊക്കെ ഫൈബർ ഗ്ലാസ് ഉപയോഗിച്ച് അടയ്ക്കുകയാണുണ്ടായത്. താഴ്വാരത്തെ കടകളിൽ നിന്നും വാങ്ങുന്ന പൂജാദ്രവ്യങ്ങൾ ഭക്തർ ഇവിടെയാണ് കൊണ്ടുവന്ന് സമർപ്പിക്കുന്നത്. ഒരാൾ താഴെ വീഴുന്ന പൂക്കളും ഇലകളുമൊക്കെ ഉടനെ തന്നെ അടിച്ചുവാരി മാറ്റുന്നു. 6.5 മീറ്റർ വീതിയുണ്ട് ഈ പ്ലാറ്റ്ഫോമിന്റെ ഓരോ ഭാഗത്തിനും. ലളിതമായ ശൈലിയിലുള്ള തൂണുകൾ മേൽക്കൂരയെ താങ്ങി നിർത്തുന്നു.
ശിവലിംഗത്തിന്റെ ചുവട്ടിലേക്ക് ഇറങ്ങി. അതിനെ ഒന്ന് വലം വെക്കാൻ തീരുമാനിച്ചു. ഇപ്പോഴാണ് ഇതിന്റെ വലിപ്പം പൂർണ്ണമായും മനസ്സിലാവുന്നത്. ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ടൂറിസ്റ്റുകളെക്കാൾ കൂടുതൽ ഭക്തരാണ്. ശിവലിംഗം സ്ഥാപിച്ചിരിക്കുന്ന 3 തട്ടുള്ള പ്ലാറ്റ്ഫോമിന്റെ അടിയിലെ തട്ടിന് തന്നെ 5 അടി ഉയരമുണ്ട്. പടുകൂറ്റൻ ശിലാഖണ്ഡങ്ങൾ കൊണ്ടാണ് അതുണ്ടാക്കിയിരിക്കുന്നത്. കൂറ്റൻ തൂണുകൾ മറ്റൊരു കാഴ്ച. ക്ഷേത്രത്തിന്റെ വടക്കും കിഴക്കും ദിശകളിൽ അധികം അകലെയല്ലാതെ ഇവ വെട്ടിയെടുത്ത ക്വാറികൾ കണ്ടെത്തിയിട്ടുണ്ട്. ശിവലിംഗ പ്രതിഷ്ഠയുടെ പിൻഭാഗത്തെത്തി. ഇവിടെ നിൽക്കുമ്പോൾ ക്ഷേത്രമേൽക്കൂര കൃത്യമായി കാണാം. കൂറ്റൻ ശിലകൾ വളരെ ഉയരത്തിൽ കയറ്റിവെച്ചുണ്ടാക്കിയ മേൽക്കൂര. ഈ ക്ഷേത്രം പൂർത്തിയായിരുന്നെങ്കിൽ ഈ പ്രദേശം തന്നെ ഇങ്ങനെയായിരിക്കില്ല. അതിബൃഹത്തായ ഒരു ക്ഷേത്ര നഗരം തന്നെ ഇവിടെ രൂപപ്പെട്ടേനെ. ക്വാറിയിൽ വെച്ചു തന്നെ പ്രധാന കൊത്തുപണികളൊക്കെ നടത്തി ശിലകൾ ഒരുക്കുന്നതായിരുന്നു ഈ ക്ഷേത്രമുണ്ടാക്കിയ കാലത്തെ രീതി. സൈറ്റിലെത്തിച്ച ശേഷം അതിൽ മിനുക്കുപണികളാണ് നടത്തിയിരുന്നത്. കൊത്തുപണികളോട് കൂടിയ തൂണുകളുടെയും മറ്റും ഭാഗങ്ങൾ അടുത്തുള്ള ക്വാറിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഭക്തർ ശിവലിംഗത്തെ വലം വയ്ക്കുകയും വണങ്ങുകയും ചെയ്യുന്നു. ഈ ക്ഷേത്രം നിർമ്മിക്കുന്ന കാലത്ത് ശിലകളിൽ പണി ചെയ്യുന്നവർ തങ്ങളുടേതായ ഒരു മുദ്ര അതിൽ കോറിയിടുന്നത് പതിവായിരുന്നു. അത്തരം 1300 മുദ്രകൾ ക്ഷേത്രത്തിന്റെ പല ശിലകളിലായി കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ 50 ശില്പികളുടെ പേരും പലയിടങ്ങളിലായുണ്ട്. എത്ര വിപുലമായ ഒരു നിർമ്മാണ പദ്ധതിയായിരുന്നു ഇതെന്നതിന്റെ സൂചനകളാണ് അതെല്ലാം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണെങ്കിലും മതപരമായ എല്ലാ ചടങ്ങുകളും ഇവിടെ നടക്കുന്നുണ്ട്. പൂജാരിമാരും മറ്റു ജീവനക്കാരുമുണ്ട്. ശിവരാത്രിയോടനുബന്ധിച്ച് മധ്യപ്രദേശ് ഗവൺമെന്റ് ഭോജ്പൂർ ഉത്സവ് എന്ന പേരിൽ ഗംഭീരമായ ഒരു ഉത്സവവും ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. ക്ഷേത്രത്തിന്റെ പടിക്കെട്ടിൽ നിന്നുകൊണ്ട് താഴ്വാര കാഴ്ചകൾ പകർത്തിയെടുത്തു. പിന്നെ മുകളിലേക്കുള്ള ദൃശ്യങ്ങളും. പൂർത്തിയാകാതെ നിൽക്കുന്ന കൂറ്റൻ തൂണുകൾ. സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ അടർന്നുപോയ ഭാഗങ്ങളും പാതി വഴിയിൽ നിലച്ചുപോയ കൊത്തുപണികളുമെല്ലാം കാണാം. വീണ്ടും ശ്രീകോവിലേക്ക് നോക്കുമ്പോൾ ഒരാൾ ശിവലിംഗ പ്രതിഷ്ഠയുടെ പ്ലാറ്റ്ഫോമിന് മുകളിൽ കയറിയിരിക്കുന്നു. അദ്ദേഹം ശിവലിംഗത്തിൽ ഒരു മാല ചാർത്തുകയാണ്. താഴെ ഭക്തരുടെ എണ്ണം കൂടി വരുന്നു. ഇനി പുറത്തേക്കിറങ്ങാം എന്ന് തീരുമാനിച്ചു. നട്ടുച്ചയാണെങ്കിലും ഇപ്പോഴും ആളുകൾ ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട്. രാവിലെയും വൈകുന്നേരവുമായിരിക്കും ഇവിടെ കൂടുതൽ തിരക്ക്. താഴെയുള്ള ഈ മണ്ഡപങ്ങളിലാണ് സരസ്വതി പൂജയും മറ്റും നടക്കുന്നത്. ഇതെല്ലാം ഉപക്ഷേത്രങ്ങളാണ്. ഇവിടെ ചെറിയൊരു കോവിലിനകത്തുമുണ്ട് ഒരു വിഗ്രഹം. പൂജാരിയാണെന്ന് തോന്നുന്നു ഒരാൾ. അദ്ദേഹം നിവേദ്യവും മറ്റും എടുത്തു മാറ്റുന്നു. ഭോജേശ്വർ ക്ഷേത്രത്തിന്റെ ബൃഹദാകാരം ഒരിക്കൽ കൂടി കണ്ട് അതിന്റെ ചരിത്രമോർത്തുകൊണ്ട് ഞാൻ തിരികെ നടന്നു. ഇന്നിനി ദീർഘമായ യാത്രകളുണ്ട്. മുന്നോട്ടുള്ള കാഴ്ചയിൽ മനോഹരമായ ഭൂപ്രകൃതിയാണ്. അതിവിശാലതയിൽ അതങ്ങനെ കാണാം. സന്ദർശകരിൽ മിക്കവർക്കും ഫോട്ടോ എടുക്കലിലാണ് താൽപര്യം. തീർത്ഥാടകരെല്ലാം ഇപ്പോൾ ടൂറിസ്റ്റുകൾ കൂടിയാണല്ലോ. കുടുംബസമേതമെത്തിയവർ കൂടെയുള്ളവരെ നിരത്തി നിർത്തി ഫോട്ടോ എടുക്കുന്നു. ഭക്തിയും വിനോദവും കൂടി മേളിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. പടവുകളിറങ്ങി ഷൂസ് ധരിച്ച് മടങ്ങുമ്പോൾ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. ഭോജേശ്വറിനോട് യാത്ര പറഞ്ഞു. ഇവിടെയും ചില മണ്ഡപത്തറകളുണ്ട്. പാതിവഴിയിൽ പണി നിന്നുപോയതാണ്. പൂജാദ്രവ്യങ്ങളുമായി തീർത്ഥാടകർ പാറയുടെ മുകളിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുന്നു. വലിയൊരു പാറക്കെട്ടാണിത്. എന്നാൽ ഈ പാറകളിൽ നിന്നൊന്നുമല്ല ഭോജേശ്വർ ക്ഷേത്രം പണിയാനുള്ള ബ്ലോക്കുകൾ വെട്ടിയെടുത്തത്. ആ ക്വാറികൾ കുറച്ചകലെ 2 ഭാഗങ്ങളിലായാണ്.
ക്ഷേത്രത്തിലേക്കുള്ള ഗേറ്റും വേലിക്കെട്ടും സാധാരണ രീതിയിലുള്ളത് തന്നെ. വലിയ വൃത്തിയും ഭംഗിയുമൊന്നുമില്ലാത്ത തെരുവുകളാണ്. ഒരു സാധാരണ ക്ഷേത്ര നഗരത്തിലെ കാഴ്ചകൾ. തകരം മേഞ്ഞ ഷെഡുകൾ, അതിൽ കുറഞ്ഞ വിലയുള്ള കച്ചവട സാധനങ്ങൾ. ഭോജ്പൂരിലെ ക്ഷേത്രം രൂപകൽപ്പന ചെയ്തവർ പ്രൗഢമായ ഒരു പ്രദേശമായിട്ടാവും ഇവിടം വിഭാവനം ചെയ്തിരുന്നത്. ഇന്നത്തെ ആളുകൾക്ക് അത്തരമൊരു കാഴ്ചപ്പാട് ഇല്ലാതെ പോയി. പഞ്ചാബ് റാവുവിന്റെ കാറിൽ കയറി സഞ്ചാരം തുടരുകയാണ്. നേരം 1:30 ആയിട്ടുണ്ട്. ഭക്ഷണം കഴിക്കണം. ഞങ്ങൾ 2 പേർക്കും വിശക്കുന്നുണ്ട്. മുന്നിൽ വാഹനങ്ങളുടെ ഒരു നിരയുണ്ട്. നവരാത്രിക്കാലത്തെ ഒരു കാഴ്ചയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പൂജിച്ചുകൊണ്ടിരുന്ന ദുർഗാവിഗ്രഹങ്ങൾ നദിയിൽ നിമഞ്ജനം ചെയ്യാനുള്ള ഘോഷയാത്രയാണത്. വിസർജൻ എന്നാണ് അതിന് പറയുക. കലിയാസോത്ത് നദിയാണ് താഴെ. ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള വിഗ്രഹങ്ങൾ നിമഞ്ജനം ചെയ്യുന്നത് കലിയാസോത്തിലാണ്. മുന്നിൽ ഒരു ട്രാക്ടർ. അതിന്റെ ട്രെയിലറിൽ ഏതോ ഗ്രാമത്തിൽ നിന്നും വിഗ്രഹ വിസർജനത്തിനായി എത്തിയവരാണ്. ചിലരുടെ കയ്യിൽ വാൾ, ശൂലം. പൊട്ടും പാട്ടുമെല്ലാമായാണ് പോകുന്നത്. ഉച്ചഭാഷിണി പാട്ടാണ്. ഇതാണ് ഉത്തരേന്ത്യൻ ഭക്തിയുടെ സ്വഭാവം. അവർക്ക് വിശ്വാസമാണ് പ്രധാനം. ആ വിശ്വാസത്തിലൂന്നിയ ജീവിതമാണിവിടെ. യുക്തിബോധമൊന്നും ഉത്തരേന്ത്യയിലെ സാധാരണക്കാരിൽ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല. അതിനാൽ ഇവിടെ വിജയിക്കുക ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും കഥകളാണെന്ന് രാഷ്ട്രീയക്കാർക്കും അറിയാം. പഞ്ചാബ് റാവു അല്പമൊക്കെ ശാസ്ത്രബോധമുള്ളയാളാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ അടുത്തിടപഴകിയപ്പോൾ പല കാര്യങ്ങളിലും റാവുവും തനി ഉത്തരേന്ത്യൻ ചിന്താഗതിക്കാരനാണെന്ന് മനസ്സിലായി. കാർ ഒരു ഹൈവേയിലേക്ക് ചെന്നു കയറി. തിരികെ ഭോപ്പാൽ നഗരത്തിലേക്കാണ് ഇനി പോകുന്നത്. നഗരത്തിൽ ചെന്നിട്ട് വേണം ഇൻദോറിലേക്ക് പോകാൻ. ഹൈവേയുടെ ഓരങ്ങളിൽ നിരവധി വിദ്യാലയങ്ങളുണ്ട്. കോളേജുകളും സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഡീംഡ് യൂണിവേഴ്സിറ്റികളും അതിൽ ഉൾപ്പെടുന്നു. കാർ ഭോപ്പാൽ മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിലേക്ക് പ്രവേശിച്ചു. മിസ്രോദ് മാർഗ് എന്നറിയപ്പെടുന്ന പാതയാണിത്. ഹോഷിൻഗാബാദ് ഹൈവേയുടെ ഒരു ഭാഗം. ഇവിടെ പാതയുടെ നടുവിൽ വലിയ തൂണുകൾ ഉയരുന്നത് കാണാം. ഭോപ്പാൽ മെട്രോയ്ക്ക് വേണ്ടിയുള്ളതാണത്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കാണ് ഭോപ്പാൽ മെട്രോയ്ക്കുള്ള ഫണ്ട് നൽകുന്നത്. മധ്യപ്രദേശിന്റെ തലസ്ഥാനം ഭോപ്പാൽ ആണെങ്കിലും ഏറ്റവും വലിയ പട്ടണം ഇതല്ല, ഇൻദോറാണ്. ഭക്തരുടെ ഒരു കൂട്ടം കടന്നുപോകുന്നു. ഇനി ഭക്ഷണം കഴിക്കണം. എന്റെ മനസ്സറിഞ്ഞതുപോലെ പഞ്ചാബ് റാവു കാർ ഒരിടത്ത് കൊണ്ടുചെന്ന് നിർത്തി. ഞാൻ അത്ഭുതപ്പെട്ടു. ഇന്ത്യൻ കോഫി ഹൗസാണിത്. സാബിന് ഇത് ഇഷ്ടപ്പെടും എന്ന് റാവു ഒരു കമന്റും പാസാക്കി. എനിക്കിഷ്ടപ്പെട്ടു. കേരളത്തിലെല്ലാമുള്ള ഇന്ത്യൻ കോഫി ഹൗസ് തന്നെ. മെനുവിൽ മസാലദോശയും ഇഡ്ഡലിയും സാമ്പാർ വടയുമെല്ലാമുണ്ട്. എയർ കണ്ടീഷൻ ചെയ്ത നല്ലൊരു ഹാൾ. ഭക്ഷണം ഓർഡർ ചെയ്തു. ഇവിടുത്തെ സ്റ്റാഫ് മിക്കവരും മലയാളികളാണ്. കഴിക്കാൻ വന്നിരിക്കുന്നവരിലും മലയാളികളുണ്ട്. ഇപ്പോൾ സമയം 3 മണിയായിരിക്കുന്നു. ഈ നേരത്തും ഇവിടെ നിറയെ ആളുകളാണ്. സാമ്പാർ ഇഡ്ഡലി വടയാണ് ഞാൻ ഓർഡർ ചെയ്തത്. അത് 2 പ്ലേറ്റ് വാങ്ങി. സപ്ലൈ ചെയ്യുന്നതും കൗണ്ടറിലുള്ളതുമെല്ലാം മലയാളികൾ തന്നെ. അവരെ പരിചയപ്പെട്ടു. ഇവരൊക്കെ സഫാരിയുടെയും സഞ്ചാരത്തിന്റെയും പ്രേക്ഷകരാണ്. 30ഓളം മലയാളികളുണ്ട് ഇവിടെ. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് എല്ലാവരെയും ഒന്ന് കാണാം. അടുക്കളയിലേക്ക് തന്നെ അവർ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെയാണ് കൂടുതൽ പേർ ജോലി ചെയ്യുന്നത്. കുറച്ച് ഉത്തരേന്ത്യക്കാർ ഉണ്ടെങ്കിലും പ്രധാന ജോലിക്കാർ മിക്കവരും മലയാളികളാണ്. നല്ല തിരക്കാണ് അടുക്കളയിൽ. മസാലദോശയും വടയുമൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരോടും ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തു. ആ നല്ല സുഹൃത്തുക്കളോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും പുറത്തിറങ്ങി.
എവിടെയാണ് മലയാളികൾ എത്താതെയുള്ളത് എന്ന ചിന്തയോടെ ഭോപ്പാൽ നഗരത്തെ ക്രോസ് ചെയ്ത് ഇനി തെക്കുപടിഞ്ഞാറ് ദിശയിലാണ് യാത്ര ചെയ്യേണ്ടത്. ഗുജറാത്തിന്റെ ദിശയിൽ നല്ല ഹൈവേകളുണ്ട് അവിടേക്കെല്ലാം. മധ്യപ്രദേശിൽ തലങ്ങും വിലങ്ങും മികച്ച 4 വരി പാതകളുണ്ട്. ഉൾനാട്ടിലെ ചില റോഡുകൾ മാത്രമാണ് മോശം. കഴിഞ്ഞ 2 ദശകത്തിനിടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൽ മധ്യപ്രദേശ് വലിയ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. അപ്പർ ലേക്കിന് സമീപമെത്തിയിരിക്കുന്നു. രാജ ഭോജ് സേതു എന്ന പാലത്തിലൂടെ നീങ്ങുമ്പോൾ അങ്ങകലെ ഒരു കെട്ടിട സമുച്ചയം കാണാം. ഹമീദിയ ഹോസ്പിറ്റലാണ് അത്. ഭോപ്പാൽ ദുരന്ത നാളുകളിൽ നൂറുകണക്കിന് ആളുകളെ അവിടെയാണ് ചികിത്സിച്ചത്. അടുത്ത കാലത്ത് നവീകരിച്ചതാണ് ഹോസ്പിറ്റൽ. തടാക തീരത്തുകൂടിയാണ് ഇനി കുറേ ദൂരം യാത്ര. VIP റോഡിലൂടെ ഭോജ് രാജാവിന്റെ പ്രതിമ പിന്നിട്ട് സഞ്ചാരം തുടർന്നു.